everyone. So ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അപ്പം നമ്മൾ ലീഡർഷിപ്പിന്റെ ആ ഒരു ഭാഗത്ത് എല്ലാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുവാണെങ്കിൽ 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് നമുക്കുള്ളത്. അതിൻ്റെ അകത്ത് റൈറ്റ് ഇനി 2 ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ 2 എഴുതിയാൽ മതി. ഒരു ചെറിയ എക്സ്പ്ലനേഷനും നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ 3 എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ക്രിസ്മസ് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോസി ആയിരിക്കും. ബോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവിടെ നടക്കുള്ളൂ, വേറെ ആൾക്കാർ പറയുന്ന ഒന്നും ഞാൻ കേൾക്കത്തില്ല, ഞാൻ എന്ത് പറയുന്നോ അത് നിങ്ങൾ കേൾക്കുക, അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ലേ. ഇപ്പം നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ ഒക്കെ അങ്ങനെ ഒരു സ്വഭാവ രീതിയുള്ള ആൾക്കാർ കാണും. അപ്പം ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, നിങ്ങളൊന്നും പറയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവർ കാണും അല്ലേ. അപ്പം അതിനെയാണ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്. അപ്പം ലീഡർഷിപ്പ് സ്റ്റൈലിലെ ആദ്യത്തെ വണ്ണാണ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത്. An autocratic leader gives orders and expects his subordinates to obey those orders അല്ലെ. ഉത്തരവ് കൊടുക്കുക അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുവാണ് അല്ലെ. അതങ്ങ് ചെയ്താൽ മതി, അതിന് വേറെ ഇങ്ങോട്ടുള്ള ആൻസർ അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ചോദ്യമൊന്നുമില്ല. നമ്മൾ എന്ത് പറയുന്നോ അത് ചെയ്ത് കൊടുക്കുക, അതാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡിൽ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ എടുക്കാം അല്ലെ. ഒരു കാര്യം തീരുമാനിക്കുന്നു, ഉടനെ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു, അവരുടെ അടുത്ത് ചോദ്യമോ പറച്ചിലോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി അല്ലെ, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, അതായത് പെട്ടെന്ന് ഒരു ഓർഡർ ആണ് കൊടുക്കുന്നത്. അപ്പം ആ വ്യക്തിയോട് അല്ലെങ്കിൽ അതൊരു അതോറിറ്റേറിയൻ സ്റ്റൈലിൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു പേടിയൊക്കെ കാരണം എന്താണ്, വളരെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെഗറ്റീവ് പറയുവാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം അതുകൊണ്ട് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് മെറിറ്റ്സ് 2-3 പഠിച്ചു വെക്കുക. ചിലപ്പോൾ മെറിറ്റ്സ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് ഈസി ആവാൻ വേണ്ടിയാണ് ഒരു 2 പോയിന്റ്സ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെയാണ് ഡെമോക്രാറ്റിക് ആൻഡ് പാർട്ടിസിപ്പന്റ് ലീഡർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അഥവാ പാർട്ടിസിപ്പേറ്റ് ലീഡർ എന്ന് പറയുന്നത്. അതായത് ആൾക്കാരെ കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറയത്തില്ലേ, ആ സ്കീമാണ്. അത് ഓർത്ത് വെച്ചാൽ മതി. അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുമ്പോൾ കലിപ്പന്റെ കാന്താരിയാണ്. രണ്ടാമത്തെയാണ് പാർട്ടിസിപ്പേറ്റ് ലീഡർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, ബാക്കിയുള്ള ആൾക്കാരെ സബോർഡിനേറ്റ്സിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. കുറച്ചൊക്കെ സമാധാനം ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, അവരും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കും. പറ്റുമെന്നുണ്ട് എങ്കിൽ മാത്രമേ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുള്ളൂ അല്ലെ. അപ്പൊ ഹി ഡെവലപ്സ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് മേക്ക് ഡിസിഷൻ ഇൻ കൺസൾട്ടിങ് വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ്. അപ്പൊ സബോർഡിനേറ്റ്സിന്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്, നിങ്ങൾ അതിന് ഓക്കെ ആണോ, നിങ്ങൾ റെഡി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ്, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു സ്പേസ്, അവർക്ക് ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ലീഡർ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ലേസി ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർ. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മറന്നു പോകുന്ന ഒരു വാക്കായതുകൊണ്ട് തന്നെ എന്താണ് ലേസി ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ ലീഡർ എന്ന് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2021 22 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രീ റെയിൻ ലീഡർ അല്ലെങ്കിൽ ലേസി ഫെയർ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണെന്ന് ആദ്യം എഴുതുക, അവിടെ തന്നെ ഒരു പോയിന്റ് കിട്ടി. 2 മാർക്കിനാണെങ്കിൽ 2 പോയിന്റ്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഇൻ പാരഗ്രാഫിൽ എഴുതുവാണെങ്കിലും കുഴപ്പമില്ല, അത്രയും നല്ലത്. ഓക്കെ, ഇൻ ദ സ്റ്റൈൽ ഓൾ ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ടു മേക്ക് ഡിസിഷൻസ് ഇസ് ഫുള്ളി ഗിവൻ ടു ദ വർക്കേഴ്സ് അല്ലെ. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുൾ പവറും കൊടുത്തേക്കുക. മേളിൽ ഞാനുണ്ട്, ഒരു മാനേജറൊക്കെ ലീഡറൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, പക്ഷെ തീരുമാനങ്ങളെല്ലാം നിങ്ങൾ എടുത്തോ, ഒരു പ്രശ്നമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ്. അപ്പൊ ഇതിനെ നമുക്ക് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് എന്നും പറയും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് മെറിച്ച് വരുന്ന ഓട്ടോണമി ടു ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു അധികാരമൊക്കെ ഉണ്ട്. അവരുടെ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ഓട്ടോണമി അവർക്ക് കിട്ടും. ട്രെയിനിങ് ടു ഫ്യൂച്ചർ ലീഡേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ തന്നെ ഡിസിഷൻസ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്യൂച്ചർ ലീഡേഴ്സിനെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. അവർ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ്, അതെപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ അവർ കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ടായിരിക്കും ആ സബോർഡിനേറ്റ്സ് തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അപ്പം അതുകൊണ്ട് അവർക്ക് ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ എന്താണ്, അവർ ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം അതിലൂടെ ഒരു ഫ്യൂച്ചർ ലീഡേഴ്സിനെ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ 3 ലീഡർഷിപ്പ് സ്റ്റൈൽസും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. മസ്റ്റായിട്ടും എപ്പോഴും
സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇത് 3 ഉള്ളൂ, കുഴപ്പമില്ല, പോയാലും 3 മാർക്കല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. ചിലപ്പോൾ ഈ 3 മാർക്കിലായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് വാട്ട് ആർ ദ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക. അല്ലാതെ ഹെഡിങ് മാത്രമായിട്ട് എഴുതി വെച്ചിട്ട് വരരുത്. കുഞ്ഞു മക്കളൊന്നും അല്ല, വലിയ മക്കളായി. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നിങ്ങൾ ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കുക. ഈ ഒരു ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, 1 or 2 ലൈൻസിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും മെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെറിറ്റ്സും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നില്ല എങ്കിൽ ഈ മെറിറ്റ്സ് ഒരു പോയിന്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ 3 പോയിന്റ്സും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.